ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൊടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: അരി പൊടിച്ചെടുത്തത്, അതായത് അരിപ്പൊടി 2.5 കപ്പ്, പിന്നെ 3 കപ്പ് വെള്ളം, ഇതിനാവശ്യമായ ഉപ്പ്. ഇതിനായി അടി കട്ടിയുള്ള പാത്രം നമ്മൾ സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് 3 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി, അതായത് ഞാൻ 2.5 കപ്പാണ് ആഡ് ചെയ്യുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ടും കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് അല്പം തണിഞ്ഞതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. നമുക്ക് ഇത് കുഴച്ചെടുക്കാം. പത്തിരി എത്രത്തോളം സോഫ്റ്റായി കിട്ടണം അത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കണം. എത്ര കുഴക്കുന്നുവോ അത്രയും സോഫ്റ്റായി കിട്ടും. സോ നല്ല സോഫ്റ്റാക്കി തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാണ്. ഇവിടെ ഞാനൊരു 3 സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാ ഓയിൽ മതി, അതായത് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇത് ബോളായി ഉരുട്ടി വെച്ചാൽ നമുക്ക് അത് പരത്താൻ അത്രയും ഈസി ആയി വരും. ഇതുപോലെ നന്നായി ഉരുട്ടി വെച്ചാൽ നമുക്ക് നന്നായി പരത്തിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്താൻ എടുക്കുന്ന പ്രസ് ഉപയോഗിച്ച് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം കയ്യിൽ അല്പം പത്തിരിയുടെ പൊടി, അരിപ്പൊടി തടവിയിട്ട് പത്തിരിമേൽ തടവി കൊടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം.
തിക്നെസ് കുറഞ്ഞ പത്തിരിയാണെങ്കിൽ തിന്നാൻ നല്ല ഒരു ഇതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ചട്ടി നന്നായിട്ട് പാന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഫസ്റ്റ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ടത്, ഇതിൽ ഒരു പുക വരും, അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പത്തിരിയും മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് രണ്ടാമതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പത്തിരിയുടെ എല്ലാ സൈഡും നന്നായി വരാനാണ്. സോ ബബിൾസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. പത്തിരി പൊന്തി വരുന്നുണ്ട്, അതായത് പത്തിരി റെഡിയായി എന്നർത്ഥം. ഇനി നമുക്ക് ഇത് മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാ പത്തിരിയും നിങ്ങൾ ചെയ്തെടുക്കാം. അതിന് ശേഷം നല്ല സ്വാദേറിയ പത്തിരി റെഡിയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് ചിക്കൻ കറി ആണ് ബെസ്റ്റ് കോമ്പിനേഷൻ.